ഒന്നിൽ കൂടുതൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ പഴയ കമ്പനികളിലെ PF കോൺട്രിബ്യൂഷൻ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണം. അത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്തിട്ട് മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ PFന്റെ സൈറ്റിലേക്ക് വരും. നമ്മുടെ UN നമ്പറും അതുപോലെ പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തു വരാം. ആദ്യം തന്നെ വലതുവശത്ത് കാണുന്ന ഈ പ്രൊഫൈൽ ഇൻഫോർമേഷനിൽ നമ്മുടെ ആധാർ നമ്പറും അതുപോലെ പാൻ നമ്പറും എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് സർവീസ് ഹിസ്റ്ററി നോക്കാം. അതിന് വേണ്ടിയിട്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ സർവീസ് ഹിസ്റ്ററി കാണാം. അപ്പം നമുക്ക് ഏതൊക്കെ കമ്പനികളിലാണ് നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ അതിൻ്റെയൊക്കെ ID നമുക്ക് കാണാം. അതേപോലെ നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത കമ്പനികളിലെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സിറ്റും നമുക്ക് കാണാം. അതും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഡേറ്റ് ഓഫ് എക്സിറ്റ് മാർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാം. അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. ഓരോ സ്ഥാപനത്തിനും ഓരോ മെമ്പർ ID ആണുള്ളത്. നമ്മൾ ഏത് സ്ഥാപനത്തിൻ്റെ ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് വെച്ചാൽ ആ ID നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഓൺലൈൻ സർവീസസ് എടുത്തിട്ട് 1 മെമ്പർ 1 EPF അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും നമുക്ക് മുകളിലായിട്ട് കാണാം. താഴേക്ക് വന്നിട്ട് മെമ്പർ ID അല്ലെങ്കിൽ നമ്മുടെ UN നമ്പറോ കൊടുത്തിട്ട് നമ്മൾ ഗെറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ UN നമ്പറാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് കാണാം. അതിൽ നിന്ന് ഏത് കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ആണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സെലക്ട് ചെയ്ത കമ്പനിയുടെ മെമ്പർ IDയും അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നിട്ട് ഐ ഹിയർ ബൈയിൽ ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഗെറ്റ് OTP സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരും. അത് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് പഴയ കമ്പനിയിലെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ സർവീസസിൽ മുകളിൽ കാണുന്ന ഓൺലൈൻ സർവീസസിലെ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാം. പെൻഡിങ് ആയിട്ട് ഫീൽഡ് ഓഫീസ് എന്നുള്ള സ്റ്റാറ്റസ് ആണ് കാണുന്നത്. ഇത് PF ഓഫീസ് അപ്രൂവ് ചെയ്യാൻ 2 ആഴ്ച സമയം എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറിയിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.